ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഗോവയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മലിനീകരണ നിയന്ത്രണ കപ്പൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സൗത്ത് ഗോവയിലെ വാസ്കോയിൽ GSL വെച്ചാണ് ചടങ്ങ് നടന്നത്. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രശേഷി വികസനത്തിലും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പാണ് ഇപ്പോൾ സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തതിലൂടെ തന്നെ ഇപ്പോൾ വെളിവാകിക്കുന്നത്. അതേപോലെ തന്നെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച 2 മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണ് സമുദ്ര പ്രതാപ്. 114.5 മീറ്റർ നീളമുള്ള ഈ കപ്പലിൽ 60% തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 4200 ടൺ ഭാരമുള്ള കപ്പലിന് 22 നോട്ടിക്കൽ കൂടുതൽ വേഗതയും 6000 നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിവുമുണ്ട്. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സുരക്ഷിതവും അവിടെ വൃത്തിയുള്ളതുമായ സമുദ്രങ്ങൾ ഉറപ്പാക്കുക എന്നതാണിപ്പോൾ സമുദ്ര പ്രതാപ് ലക്ഷ്യമിടുന്നത്. വിപുലമായ ഓട്ടോമേഷനും കമ്പ്യൂട്ടറൈസ്ഡ് നിയന്ത്രണ സംവിധാനങ്ങളും കപ്പലിൽ വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 4200 ടൺ ഭാരവും അത് വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പലിനാകട്ടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൺട്രോളബിൾ ആ ഒരു ഫീച്ചർ അതിൽ ഘടിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിലൂടെ തന്നെയാണ് ഇത് പ്രവർത്തനക്ഷമമായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. 2 7500 kW ഡീസൽ എഞ്ചിനുകളാണ് ഇതിന് കരുത്തു പകരുന്നത്. കടലിലെ മലിനീകരണ നിയന്ത്രണമാണ് സമുദ്ര പ്രതാപ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനായി തന്നെ സൈഡ് സ്വീപ്പിംഗ് ആയുധങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഭൂമുകൾ, ഉയർന്ന ശേഷിയുള്ള സ്കിമ്മറുകൾ, മറ്റ് അതിന് വേണ്ട തരത്തിലുള്ള രീതിയിലേക്കാണ് ഈ ഒരു മലിനീകരണ നിയന്ത്രണ കപ്പലാകട്ടെ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ലബോറട്ടറി ഉൾപ്പെടെയുള്ളവ അത് സജ്ജമാക്കിക്കൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഈ കപ്പലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓട്ടോമേഷനും ദൗത്യ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ ഡൈനാമിക് പൊസിഷനിങ് ഇൻ്റഗ്രേറ്റഡ് ബിൽഡിംഗ് സിസ്റ്റം ആകട്ടെ അത് ഇതിലൂടെ തന്നെ ഘടിപ്പിച്ചിരിക്കുന്നതായും വലിയൊരു മാനേജിംഗ് സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ആധുനിക അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ 30 mm CRN 91 തോക്കും 2 12.7 mm സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗണ്ണുകളും ഇതിൻ്റെ ആയുധങ്ങളായി തന്നെ ഉൾപ്പെടുന്നുണ്ട്. കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് കോസ്റ്റ് ഗാർഡ് മേഖല കമാൻഡർമാരുടെ പ്രവർത്തന നിയന്ത്രണത്തിൽ കോസ്റ്റ് ഗാർഡ് ജില്ലാ ആസ്ഥാനം നമ്പർ 4 അതായത് കേരളം ആൻഡ് മാഹി വഴി തന്നെ ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി തന്നെ മലിനീകരണ പ്രതികരണം, സമുദ്ര നിരീക്ഷണം, മറ്റ് ചാർട്ടേഡ് ഓഫ് ഡ്യൂട്ടി ഇതെല്ലാം തന്നെ ഇവ ഏറ്റെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അശോക് കുമാർ ഭാവ നയിക്കുന്ന കപ്പൽ 14 ഓഫീസർമാരും അതുപോലെ 115 ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.